വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് 100 വീടുകൾ വെച്ച് നൽകുമെന്ന് ഡിവൈഎഫ്ഐ. നേരത്തെ 25 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപനം. എന്നാൽ 100 വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിനുള്ള ധാരണാപത്രവും സമാഹരിച്ച തുകയുടെ കൈമാറൽ ചടങ്ങും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി മനസ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മനസ, ഉത്തരവാദിത്തപ്പെട്ട നൽകാൻ നിർബന്ധിതരായ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഈ നിരാസത്തിനിടയിലാണ് കേരളത്തിൽ ഈ യുവത മാതൃക തീർക്കുന്നത്. എന്തൊക്കെയാണ് ഡിവൈഎഫ്ഐയുടെ പുതിയ തീരുമാനങ്ങൾ? 25-ൽ നിന്ന് 100 വീട് വെക്കാനുള്ള തുക സമാഹരിച്ചു കഴിഞ്ഞു അല്ലേ? തീർച്ചയായും അജിംഷാദ്, ഏറെ സന്തോഷകരമായ ഒരു പ്രഖ്യാപനം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് ഡിവൈഎഫ്ഐ കടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ 25 വീട് എന്നത് കൈരളി ന്യൂസിനോടായിരുന്നു ഇത്തരത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ ഈ ധാരണാപത്രവും തുകയും കൈമാറുന്ന സമയം എത്തിയപ്പോൾ 100 വീട് നിർമ്മിച്ചു നൽകുന്നതിനായുള്ള തുകയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ദുരന്ത ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളൊക്കെയും തന്നെ നമ്മൾ കണ്ടതാണ്. ആ പ്രവർത്തനങ്ങൾ അവിടെ ഉപേക്ഷിക്കാതെ തുടർന്നും ഈ ദുരന്തബാധിതർക്കായി ഒപ്പമുണ്ട് ഡിവൈഎഫ്ഐയും, ഒപ്പം തന്നെ സർക്കാരും കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു നിമിഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. മാർച്ച് 24-ാം തീയതിയാണ് ഈ തുക കൈമാറുന്നതും ഒപ്പം തന്നെ ധാരണാപത്രം ഒപ്പിട്ടതും കൈമാറുന്നത്. മാർച്ച് 24-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയാണ് ഇത് കൈമാറുന്നത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് അല്പസമയം മുൻപ് വന്നത്. ഏറെ അഭിമാനകരമായ നിമിഷം തന്നെയാണ് എന്ന് തന്നെയാണ് വി.കെ. സനോജ് ഉൾപ്പെടെയുള്ളവർ ഈ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഒപ്പം തന്നെ നിരവധി ആളുകളും അത് ഏറ്റുപിടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഡിവൈഎഫ്ഐ ഒരു കൈ സഹായം എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ 25 വീടുകൾ എന്ന പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ 25-ൽ നിന്നും 100 വീടുകൾ നൽകാനുള്ള ഒരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ ഡിവൈഎഫ്ഐ എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ സമാഹരിച്ച തുകയൊക്കെയും തന്നെ 100 വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു തുകയായി ലഭിച്ചിരിക്കുന്നു. അത് ഏറെ സന്തോഷകരവും അതോടൊപ്പം തന്നെ സഹായവും തന്നെയാണ്. ഈ ഘട്ടത്തിൽ അത് സർക്കാരിനും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐക്കും എടുത്തു പറയുന്ന ഒരു നേട്ടം അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു നിമിഷം തന്നെയാണ്. പ്രഖ്യാപനം മാത്രമല്ല, അത് നടത്തുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല, ആദ്യ യൂത്ത് സംഘടന ഈ ഡിവൈഎഫ്ഐ തന്നെയാണ് ഇത്തരത്തിൽ ദുരന്തമുഖത്ത് ഉള്ള ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞത്. അത് പ്രാവർത്തികമാക്കുന്ന ഒരു നിമിഷം കൂടി തന്നെയാണ് അജിംഷാദ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും. കാരണം ദുരന്ത ഭൂമികയിൽ രക്ഷാഹസ്തവുമായി ആദ്യം എപ്പോഴും നിറഞ്ഞു നിന്ന് മുന്നിട്ട് നിന്നിരുന്നതും ഡിവൈഎഫ്ഐ തന്നെയാണ്. ആ ഡിവൈഎഫ്ഐ ആണ് ദുരന്തപൂർവ്വ നിലപാടുകളിലും അല്ലെങ്കിൽ ദുരന്താനന്തര നിലപാടുകളിലും വളരെ ശക്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, 2018-ലെ പ്രളയത്തിൻ്റെ കാലത്തൊക്കെ വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് വലിയ അവകാശവാദം ഉന്നയിച്ച പ്രതിപക്ഷത്തിലെ മുതിർന്ന സംഘടനകൾ, അവർക്ക് പോലും ആകാത്ത കാര്യങ്ങൾ ഇതാ ദുരന്ത ഭൂമികയ്ക്കായി ഡിവൈഎഫ്ഐ നൽകുന്നു എന്നുള്ളതാണ്. ആദ്യം അവർ പ്രഖ്യാപിച്ചത് 25-ആണ്, പക്ഷേ അത് 100 വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിലേക്കാണ് വികസിച്ചിരിക്കുന്നത് അല്ലേ മനസ? തീർച്ചയായും അജിംഷാദ്, എത്തരത്തിലാണ് ഈ തുക സമാഹരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ചായക്കട നടത്തിയും അതോടൊപ്പം തന്നെ ആളുകൾ സ്വയമേ അവരുടെ തുക കൈമാറുന്നു, സ്വർണ്ണാഭരണങ്ങൾ കൈമാറുന്നു. ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങളിലൂടെയാണ് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ഇത്തരത്തിൽ പൈസ സമ്പാദിച്ചത് അല്ലെങ്കിൽ സമാഹരിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ തുക ഇപ്പോൾ 100 വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിലേക്കായി എത്തിയിരിക്കുന്നു എന്ന അഭിമാന നിമിഷം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനവും പ്രഖ്യാപനവും മാത്രമല്ല, അത് നടത്തി എന്ന് ഡിവൈഎഫ്ഐ ഒരിക്കൽ കൂടി ഉറപ്പു നൽകുകയാണ്. സംസ്ഥാന സർക്കാരും എല്ലാവിധ സന്നദ്ധ സംഘടനകളും ഈ രംഗത്ത് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ ആ നിമിഷം മുതൽ തന്നെ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള സംഘടനകൾ സജീവമായി രംഗത്തുണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ 25 വീടുകൾ, ഈ ദുരന്ത ബാധിതർക്ക് 25 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞത് ഡിവൈഎഫ്ഐ ആണ്. എന്നാൽ ഇപ്പോൾ തുക സമാഹരിച്ചു കഴിഞ്ഞപ്പോൾ അത് 100 വീടുകൾ നിർമ്മിക്കുന്നതിനായി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള ഇനി ഘട്ട പരിപാടികളാണ് നടക്കാനുള്ളത്. അതിലേക്കുള്ള ഒരു നീക്കം തന്നെയാണ് ഉള്ളത്. അതിന് മുന്നോടിയായി ഇത്തരത്തിൽ തുക കൈമാറലും ധാരണാപത്രം കൈമാറലും ഉള്ള ഒരു ചടങ്ങ് ആണ് നിലവിൽ ഉള്ളത്. അത് മാർച്ച് 24-ാം തീയതി